ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ആൻറ്റി ഗ്ലെയർ ഗ്ലാസ്സസ്, കമ്പ്യൂട്ടർ ഗ്ലാസ്സസും അതുപോലെ തന്നെ സൺ ഗ്ലാസ്സസും ഒക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാം ഒറ്റയടിക്ക് വാങ്ങിച്ചൊന്നുമല്ല, പലതവണ വാങ്ങിച്ചത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഹോൾ വീഡിയോ പോലെ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ആമസോണിലെ നല്ല ബ്രാൻഡിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇനി സമ്മറൊക്കെ വരുമല്ലേ, നമുക്ക് എന്തായാലും സൺ ഗ്ലാസിൻ്റെ ഒക്കെ ആവശ്യം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഇത് യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ എന്തായാലും എന്ന്. അപ്പോൾ വായിക്കുന്നില്ല, എൻ്റെ കയ്യിലുള്ള ഗ്ലാസ്സൊക്കെ കാണാലോ. നേരെ വീഡിയോയിലോട്ടേക്ക്. ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ഗ്ലാസ്സസ് കാണാം, എന്നിട്ട് സൺ ഗ്ലാസ്സിലോട്ടേക്ക് പോവാം. അപ്പം ഞാനിതിൻ്റെ കേസ് അടക്കം കാണിച്ചു തരാം. ഇത് ലെൻസ്കാർട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാനിപ്പം റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇപ്പം അടുത്ത് വാങ്ങിച്ചൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു കേസിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് ആദ്യത്തെ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഇത് അവരുടെ ഇപ്പോഴത്തെ ഒരു കരൺ ജോഹർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഡിഷൻ ഉണ്ട്. അവർക്ക് കുറച്ചൊരു വലിയതായിട്ടുള്ള ഗ്ലാസ്സസ് ഒക്കെ. അപ്പോൾ കുറച്ചൊരു ബോൾഡ് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സാണിത്. അപ്പോൾ ഇതാണ് ഗ്ലാസ്. ഇതിൻ്റെ ഫ്രെയിം കുറച്ചൊരു തിക്കായിട്ടുള്ള ഫ്രെയിമാണ്, കണ്ടോ. ഇതിൻ്റെ തന്നെ കുറച്ച് നേര് ടൈപ്പ് ഉണ്ട്. എനിക്കിത് ഇങ്ങനെ തന്നെ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ നോക്കിയെടുത്തതാണ്. കുറേ തപ്പിയാണ് എനിക്കിത് കിട്ടിയത് തന്നെ. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ 999 ആയിരുന്നു. ഇപ്പം അടുത്ത് വന്നതല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെയിലൊന്നും ഇത് ഓഫറിൽ കിട്ടിയിട്ടില്ല. നല്ല അടിപൊളി സാധനമാണിത്, കണ്ടോ. ഒരു നല്ലൊരു നമുക്ക് എന്താ പറയുക, ഒരു ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ബിസിനസ് മീറ്റിനൊക്കെ പോകുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഓരോരോ യുണീക്ക് ലുക്ക് വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ, നമുക്ക് എല്ലാത്തിനും നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഗ്ലാസ് ആണിത്. നല്ല ഗ്ലാസ്സാണ്. എനിക്കിത് ഇവിടുത്തെ വരുന്നുണ്ട്, പക്ഷെ എനിക്കിഷ്ടമായി. കണ്ടോ, ഇത് തന്നെ ഇങ്ങനത്തെ പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഗ്രീൻ കളറിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം ഇത് ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും പോകും. നമ്മൾ ഗ്രീൻ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ കളേഴ്സിൻ്റെ കൂടെ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊരു ഡെയിലി യൂസിന് നമുക്ക് വലിയ ചങ്കി ആയിട്ടുള്ള ഗ്രീനൊക്കെ എനിക്കറിയില്ല, അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. എനിവേ ഇതെനിക്ക് വേർത്ത് മണിയായിട്ട് തോന്നി. നല്ലൊരു ഗ്ലാസ് കിട്ടും. എനിക്കങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നുന്നില്ല. ആൻഡ് ഇങ്ങനത്തെ ഗ്ലാസ് ഒന്നും നമ്മൾ എന്താ പറയുക, ഒരു ഫുൾ ഡേ ഒന്നും യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ, കാരണം ഇത് പവർ ഇല്ലാത്ത ഗ്ലാസ്സാണ്. ആൻറ്റി ഗ്ലെയർ കമ്പ്യൂട്ടറൊക്കെ നോക്കുമ്പം മൊബൈലൊക്കെ നോക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്ലാസ്. അടുത്തതും ഒരു കമ്പ്യൂട്ടർ ഗ്ലാസ് തന്നെയാണ്. ഇത് ഞാൻ അടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു കേസിലാണ് വന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. ഇതിങ്ങനെ കണ്ടോ, സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഈ മിനിമലിസം കുറച്ച് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യണം, മിനിമലിസ്റ്റ് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ പറ്റിയതാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. ഇതിൻ്റെ ഒരു ഫ്രെയിമില്ലേ, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഞാൻ ഗോൾഡാണ് എടുത്തത്. ഇതിൻ്റെ തന്നെ സിൽവർ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. നല്ല ഒരു ഇത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ലെൻസിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത് ഹെക്സാഗണലാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ചത് സ്ക്വയർ ആണ്. ആൻഡ് ഇതിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഏത് ലെൻസാണ്, നമുക്ക് ഏത് ഷേപ്പിലുള്ള ലെൻസാണ് നമ്മുടെ ഫേസിന് ചേരാന്നൊക്കെ ഉള്ളത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഓൺലൈനിൽ തന്നെ. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇതെനിക്കിഷ്ടമായി. ഇനി ഇത് നല്ല റേറ്റ് ഉണ്ട്. ഇതിന് 1000 സംതിങ് ആണ് റേറ്റ് കേട്ടോ ഈ ഒരു മോഡലിന്. നല്ല ഇത് നമുക്ക്, നിങ്ങൾ പവറുള്ള ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ലെൻസ് ഫ്രെയിം ചെയ്തിട്ട് ആ ഒരു ലെൻസ് യൂസ് ചെയ്യാമല്ലോ, അങ്ങനെയും യൂസ് ചെയ്യാം. ആൻഡ് ഇതും സെയിം ലെൻസ്കാർട്ടിൻ്റെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ആമസോണിൽ എന്താ പറയുക, ആമസോണെന്നല്ല, ഈ ഒരു ലെൻസ്കാർട്ട് എന്ന് പറയുന്നത് ലെൻസ്കാർട്ടിൻ്റെ പലതുണ്ടല്ലോ. വിൻസെൻ്റ് ചേസ് ആയാലും നമുക്ക് വിൻസെൻ്റ് ചേസിൽ കുറേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടുന്നുണ്ട്. പിന്നെ ലെൻസ്കാർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു നല്ല ബ്രാൻഡാണ്. ഇപ്പം നമ്മൾ കണ്ണടയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്
അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് യൂസ് ചെയ്യണം. തീരെ വില കുറവിൻ്റെ 100 രൂപ 150 രൂപ ആ ഒരു ലെവലിലോട്ടേക്ക് പോകാൻ പാടില്ല. കാരണം എനിക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കണ്ണുവേദന വരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തീരെ ലോ ക്വാളിറ്റി ട്രൈ ചെയ്യുമ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയുള്ളതെല്ലാം സൺഗ്ലാസ്സസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല ടൈപ്പിലുള്ള സൺഗ്ലാസ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു ബ്ലാക്ക് സൺഗ്ലാസ് ഉള്ളത് നല്ലതായിരിക്കും. ഈ ബ്ലാക്കിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും എല്ലാ കളറിലുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും പോകുന്ന ഒന്നാണ് ബ്ലാക്ക്. ആൻഡ് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെതായ ഒരു ഭംഗി കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ലെൻസ്കാർട്ടിൻ്റെ തന്നെ വിൻസെൻ്റ് ചേസിൻ്റെ ആണ് ഇത്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായി. അപ്പോൾ ഇത് ബ്ലാക്ക് കേസിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ എന്താ പറയുക, ഇതൊക്കെ എൻ്റെ ഷെൽഫിലാണ്. ഷെൽഫ് മീൻസ് ഒരു ഓർഗനൈസറിലാണ് ഞാൻ വെച്ചത്. അതിൽ നിന്നൊക്കെ പൊടിയായി. ഓക്കെ, അപ്പോൾ ഇത് സംഭവം സ്ക്വയർ ലെൻസാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് ബ്ലാക്ക് ഫ്രെയിമാണ്. ഇതിൽ ലെൻസ് എനിക്ക് തോന്നുന്നു ഗ്രേ ലെൻസാണ്, ഗ്രേ ഓർ ബ്ലാക്ക്, ഐ തിങ്ക് ഗ്രേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ തന്നെ ലെൻസിൻ്റെ കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ. ഐ തിങ്ക് ബ്ലാക്ക് തന്നെ തോന്നുന്നു. അപ്പോൾ ഇത് എന്താ പറയുക, അങ്ങനെ ഹെവി ഒന്നും അല്ല. നമുക്ക് ചെവി വേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ലൈറ്റ് ആയിട്ടുള്ളതാണ്. അതിന് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയിലാണ്. ഞാനിത് കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇനിയുള്ള സൺഗ്ലാസിൻ്റെ ഒന്നും റേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്തായാലും പ്രൊഡക്റ്റുകളുടെ ലിങ്ക്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അതിന് ചെക്ക് ചെയ്യാം. എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എൻ്റെ കയ്യിൽ ഇത് കുറേ ആയി, ഒന്നും ആയിട്ടില്ല. ഈവൺ ഇതിൻ്റെ ഈ കളറോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ലതാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. ആൻഡ് ഇത് യൂണിസെക്സിലാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ളതൊക്കെ തന്നെ യൂണിസെക്സിലുള്ളതാണ്. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന സൺഗ്ലാസ് എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ കാണുന്ന ഒരു സൺഗ്ലാസ് ആണ്. ഇത് എന്താ പറയുക, ഈവൻ സാരിൻ്റെ കൂടെ പോലും നമുക്ക് ഇടാൻ പറ്റിയൊരു സൺഗ്ലാസ് ആണ് ഇത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. ഇതും എഗെയിൻ ലെൻസ്കാർട്ടിൻ്റെ ഐ തിങ്ക് വിൻസെൻ്റ് ചേസിൻ്റെ തന്നെയാണ്. കണ്ടോ ഈ ഒരു സൺഗ്ലാസ്. ആൻഡ് ഇതിൻ്റെ എക്സാക്റ്റ് റൗണ്ട് അല്ല ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം, ഒരു ലെൻസ് വരുന്നത് ഹെക്സഗണൽ ഷേപ്പിലാണ്. ആൻഡ് ഇതും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നു മീഡിയം സൈസാണ്. ആൻഡ് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ് ഓരോ സൺഗ്ലാസസും. നമുക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. എക്സലൊക്കെ ആകുമ്പോഴത്തേനും ഓവർ സൈസ്ഡ് ആയിരിക്കും. ഓവർ സൈസിന് എനിക്ക് അധികവും ചേരാറില്ല. ഞാനൊരു സ്മോൾ തൊട്ട് ലാർജ് വരെ, സ്മോൾ ചിലത് ഇത് സ്മോൾ അല്ല, ഐ തിങ്ക് മീഡിയവും ലാർജുമാണ് ഞാൻ അധികവും വാങ്ങിക്കാറുള്ളത്. ആൻഡ് ഇത് അടിപൊളി ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ കയ്യിലുള്ള. മീൻസ് എല്ലാത്തിൻ്റെ കൂടെ പോവും. ഇത് ഗോൾഡാണ്. ഇവിടെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഇതുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഗ്രേ അല്ല, ഇവിടെ എന്താണ് ബ്ലാക്ക് വരുന്നത്, സിൽവർ വരുന്നത്, അങ്ങനത്തെ ഫ്രെയിമിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുള്ളതുണ്ട്. അപ്പം ഞാൻ ഈ ഗോൾഡാണ് എടുത്തത്. ആൻഡ് പ്ലസ് ഐ തിങ്ക് ഇത് ബ്ലാക്ക് തന്നെയാണ് തോന്നുന്നത്. ഈ ലെൻസിൻ്റെ കളറ് ബ്ലൂ വരുന്നുണ്ടാവും, ലെൻസിൻ്റെ കളറ് പല കളർ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് സംഭവം ഇത് അടിപൊളിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അടുത്ത സൺഗ്ലാസ് എഗെയിൻ ഇത് ലെൻസ്കാർട്ടിൻ്റെ വിൻസെൻ്റ് ചേസിൻ്റെ തന്നെയാണ്. ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായി. ഇതൊരു കളർ ടൈപ്പാണ്. ഇതുണ്ടോ, ഇതാണ്. ഇത് എനിക്കൊന്ന് ഡബിൾ ഷെയ്ഡ്സിൽ വരുന്നതാണിത്. ഒരു ബ്രൗൺ ആണോ, ബ്രൗൺ ആൻഡ് വൈൻ കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ആൻഡ് ഗോൾഡാണ് ഇതിൻ്റെ ഒരു ഫ്രെയിമൊക്കെ വന്നിട്ടുള്ളത്. ഇത് കുറച്ച് വലിപ്പമുള്ള ടൈപ്പാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഹെവി ആയിട്ടുള്ളതല്ല, എന്താ പറയുക, ലൈറ്റാണ്. നമുക്കങ്ങനെ വേദനിക്കോ അങ്ങനെ ഒന്നുമില്ല. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പും വന്നിട്ടുള്ളത്. കുറച്ചൊരു ഓവർ സൈസ്ഡ് എന്ന് പറയാനും ഓക്കെ, എന്തായാലും ലാർജ് അല്ല എന്ന് തോന്നുന്നത്. ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടും കുറച്ചായി. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നും ആയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഞാൻ പൊതുവേ നമുക്ക് സൺഗ്ലാസ് എന്ന് പറയുമ്പം വലിയ വലിയ ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ട്, പ്രീമിയം ബ്രാൻഡ്സിൻ്റെ ഒക്കെ അറിയാമല്ലോ, നല്ല റേറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ലെൻസ്കാർട്ടിൻ്റെ വിൻസെൻ്റ് ചേസിൻ്റെ ഒക്കെ സൺഗ്ലാസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്കിങ്ങനെ ഒരുപാട് വേണമെന്നില്ല. എന്തെങ്കിലും ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു ഗോൾഡൻ, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഫേസിൽ ചേരുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സൺഗ്ലാസ് ആണിത്. ഇതെന്താണ് കളറ്,
ഇത് ഗ്രേ ആണെന്നാണ് തോന്നുന്നത്. ആൻഡ് ഇതിൻ്റെ ഫ്രെയിം ഒരു ട്രാൻസ്പാരൻറ്റ് പോലെയാണ്, ഒരു ഗ്രേ കളറിൽ വരുന്നതാണിത്. ഇത് വളരെ ചെറിയൊരു സൺഗ്ലാസ് ആണ്, കണ്ടോ, ചെറിയ സൺഗ്ലാസ്, മീഡിയമിലായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഹെവി ഒന്നുമല്ല. ഇതിൻ്റെ ഫ്രെയിം ഷേപ്പൊക്കെ കണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ലൊരു ഇതാണ്. ആൻഡ് ഇതൊരു അതിൻ്റെ ബ്ലൂയിഷ് ഗ്രേ അങ്ങനെ എന്തോ ഒരു കളറാണ് വരുന്നത്. ഇതിനും കളർ ചേഞ്ചസ് ഉണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് കേട്ടോ, നല്ല. ഈ ഒരു ഫ്രെയിം ആണെങ്കിൽ വലിയ തിക്നെസ് ഒന്നുമില്ല, നല്ലതാണ്. നമുക്കങ്ങനെ കണ്ണിലിട്ടിട്ട് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുമോ അങ്ങനെയൊന്നുമില്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ജസ്റ്റ് നമ്മളിപ്പം 0 പവർ ആണെങ്കിൽ കൂടിയും കുറച്ചൊരു ഹെവിനെസ് വന്നാൽ തന്നെ എനിക്ക് ഭയങ്കര കണ്ണുവേദന, തലവേദന. അതിപ്പോൾ ഇവൻ സൺഗ്ലാസസ് ആയിക്കഴിഞ്ഞാൽ പോലും എനിക്ക് ഈ മെറ്റലിൻ്റെ ഒക്കെ ചെറുതായിട്ടൊന്ന് വന്നാൽ മതി, അപ്പം തന്നെ തലവേദന വരും. അപ്പം ഞാനിതൊക്കെ ഒരു കണ്ണട വാങ്ങണമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നോക്കണം. അത് വേണം, അത് വേദന വരുമോ, ഇവിടെ വരുമോ, അവിടെ വരുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. ഭയങ്കര എന്താ പറയുക, ഹെവി ആയിട്ടുള്ളതോ നമുക്കിങ്ങനെ കണ്ണിന് വേദന ഉണ്ടാക്കുന്നതോ അങ്ങനെയൊന്നും അല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കുറേ നേരത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. കുറേ അവേഴ്സൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനത്തെ കണ്ണടകളൊന്നും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് അറിയില്ലല്ലോ ചിലതിൻ്റെയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിവേ ഇതൊക്കെ എന്താ പറയുക, ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയാണ്. ഇങ്ങനെ ചിലതിൻ്റെ ഉണ്ടാവും ഇവിടെ നിന്നൊക്കെ അതിൻ്റെ സ്കിന്നൊക്കെ ഇളകിയിട്ട് തോലൊക്കെ പോയി, പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ഇതാണ്. ആൻഡ് ഗ്ലാസ്സിനൊക്കെ സ്ക്രാച്ചസ് ഒക്കെ വന്ന് അങ്ങനെ ഒന്നുമില്ല, നല്ല ഇതാണ്. പിന്നെ ഞാൻ എപ്പോഴും ഈ കേസിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയും ഗ്ലാസ്സസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ഇട്ടത് വരേക്കും. ബൈ.